ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടാനീസ് വ്ലോഗ്. ഇന്ന് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് എങ്ങനെ ഒരു നല്ല ക്യാരിയറിലേക്ക് ഡിഫൻസിലോട്ട് കയറാമെന്ന് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത്. അതായത് ഡിഫൻസിൽ നഴ്സിംഗ് ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന്. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളിൽ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. നീറ്റ് എക്സാം മസ്റ്റാണ് ഇതിൽ. നീറ്റ് എക്സാം ആണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ഡിഫൻസിൽ നേഴ്സ് ആവണമെങ്കിൽ നീറ്റ് എക്സാം കഴിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ എന്തുവാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അൺമാരീഡ് ആയിരിക്കണം, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, അൺമാരീഡ് ആയിരിക്കണം, ഡിവോഴ്സ് ഓർ ലീഗലി സെപ്പറേറ്റഡ് വിഡോ, ഇവർക്കൊക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ, ആപ്ലിക്കേഷൻ കൊടുക്കാം. നാഷണാലിറ്റി സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. മെയിനായിട്ട് നോക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ബോൺ ബിറ്റ്വീൻ 1st October 2000 and 30th September 2008. ഇത് അതായത് 1st October 2000 and 30th September 2008 ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് ഇതിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക കേട്ടല്ലോ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10+2 എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കണം വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ബോട്ടണി ആൻഡ് സുവോളജി. ഇത് മൂന്നും, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി കഴിഞ്ഞ ആ ഗ്രൂപ്പ് എടുത്ത് +2 കഴിഞ്ഞ ആൾക്കാർക്ക് ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം കേട്ടല്ലോ. ഇതാണ് ഒന്ന്. പിന്നെ ഇതിൽ 50%ൽ മോർ ദാൻ 50%, അതായത് 50% കുറവ് ആൾക്കാർ കിട്ടിയ കുട്ടികൾക്ക് ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓൺലി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ക്യാൻ ഗീവ് മോർ ദാൻ 50% ആൻഡ് ഷീ ഷുഡ് ബി എ റെഗുലർ സ്റ്റുഡൻറ്റ്. ഓക്കെ, അതാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ഫിറ്റ്നസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫൻസിൽ. മെഡിക്കലി ഫിറ്റ് അല്ലാത്ത ആരെയും ഡിഫൻസിൽ എടുക്കത്തില്ല. മെയിൻ കാറ്റഗറിയാണ് ഇത്, മെഡിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അവരുടെ മിനിമം ഹൈറ്റ്, വെയിറ്റ്, മിനിമം ഹൈറ്റ് ആൻഡ് വെയിറ്റ്, അത് ആ റിക്വയർമെൻറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് മിനിമം ഹൈറ്റ് ഓഫ് ഫീമെയിൽ കാൻഡിഡേറ്റ് ഷുഡ് ബി 152 cm. ഓക്കെ, ആൻഡ് അതാണ് നമ്മുടെ കേരളത്തിലെ 152 cm മിനിമം ഹൈറ്റ് ഉള്ള ഒരു കുട്ടിയായിരിക്കണം. ആ ഹൈറ്റിനോടനുബന്ധിച്ചുള്ള ഒരു വെയിറ്റ് ഉള്ള കുട്ടിയായിരിക്കണം ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റ് ഫോർ ഹൈറ്റ് ചാർട്ട്. അത് ഞാൻ വെയിറ്റ് ഫോർ ഹൈറ്റ് ചാർട്ട്, ആ വെയിറ്റ് ഞാൻ പറയില്ല 152 cm വെയിറ്റ് വേണമെന്ന്, അതിനോട് എത്ര ഹൈറ്റ് വേണം എന്നുള്ളൊരു ചാർട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ക്ലിപ്പായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കാറ്റഗറിയും കൂടെ നോക്കണം കേട്ടോ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവർക്ക് ഈ SC/ST സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ NCCയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ മുൻഗണനയുണ്ട് കേട്ടോ. NCC സർട്ടിഫിക്കറ്റ് ഉള്ള പെൺകുട്ടികൾ ഇതിന് ഒന്നും കൂടെ മുൻഗണനയുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ളത്. ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നീറ്റ് സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റ് സ്കോറിനനുസരിച്ചായിരിക്കും ഇവരെ ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നീറ്റ് സ്കോർ എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും കിട്ടുക. പക്ഷേ ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കൂ, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പാസ്സായാൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ 8th പേ കമ്മീഷൻ വരികയാണ്. 8th പേ കമ്മീഷനിൽ മിനിമം ബേസിക് സാലറി വിൽ ബി വെരി ഹൈ. ഓക്കെ, സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഫീമെയിൽ കാറ്റഗറിയിലുള്ള +2 കഴിഞ്ഞ കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ അവർക്ക് ഡോക്യുമെൻറ്റ്സ് വേണം, എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം കേട്ടോ. കുറേ അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം. +2 സർട്ടിഫിക്കറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അത് അവർ ആപ്ലിക്കേഷനിൽ കൊടുത്തു പോകും. ഇത് എവിടെയാണ് നോക്കേണ്ടതെന്നുള്ളതിൻ്റെ ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ വെരിഫിക്കേഷൻ ബേസ് ഹോസ്പിറ്റൽ ഡൽഹി ക്യാൻറ്റ്, അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ എക്സാം എല്ലാം നടക്കുന്നത്. ഡൽഹിയിലുള്ള ബേസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഒരു ആർമി ഹോസ്പിറ്റലാണത്. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ഇതും നീറ്റ് എക്സാമിനേഷൻ്റെ മാർക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും കേട്ടോ ഇവർക്ക് മീൻസ് നമുക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സാകുമ്പോൾ ഇത് കിട്ടുന്നത്. മീൻസ് ഇതിൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീറ്റ് + TOGIGE, അതായത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ഇത് രണ്ടിൻ്റെയും കൂടെ എക്സാമിൻ്റെ മാർക്ക് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഒരാളെ ഡിഫൻസിൽ എടുക്കുന്നത്. ഓക്കെ, അടുത്ത സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവ്യൂ. ഞാനിതെന്താ വായിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലൊക്കെ എല്ലാവരും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. ഇത്തിരി വലുതായിരിക്കും, ഇത്തിരി വലിയൊരു വീഡിയോ ആയിരിക്കും. സ്റ്റിൽ ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ഫസ്റ്റ് നമുക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടാകും. ആ റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ടൊരു ഓറൽ എക്സാം ഉണ്ടാകും. ഈ ഓറൽ എക്സാമിലാണ് ഈ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ഇംഗ്ലീഷ് അത് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി എത്ര സ്റ്റേബിളാണ് അത് നോക്കും.
ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള സർവീസ് പോലെയല്ല, സിവിൽ സർവീസ് ഒന്നും പോലെയല്ല. വി ഹാവ് ടു ബി ഇനഫ് കേപ്പബിലിറ്റി, മെൻ്റൽ സ്ട്രെങ്ത്. അപ്പോൾ അതും നോക്കും. സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, ഇത് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ. ഈ സംഭവം റിട്ടൺ, ഓറൽ, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ അസസ്മെൻറ്റ്. മെഡിക്കൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ടു ടോ ഫുൾ എക്സാം ഉണ്ടാകും. മെഡിക്കൽ എവിടെയെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരത് നമ്മളെ ഔട്ടാക്കും. വി ഹാവ് ടു ക്വിറ്റ് ഫ്രം ദ എക്സാം. ഓക്കെ, ഇതെല്ലാം ഈ ഓൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള വൺസ് നിങ്ങൾക്ക് ഇതെല്ലാം എക്സാം എല്ലാം നിങ്ങൾ പാസ്സായി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ മെഡിക്കൽ എക്സാം ഉണ്ടാവും. ഇതെല്ലാം ബേസ് ഹോസ്പിറ്റൽ ഡൽഹിക്കാൻ അവിടെ നിന്നാണ് കേട്ടോ നടക്കുന്നത്. ഇനി നിങ്ങളിപ്പോൾ ഈ എക്സാമൊക്കെ എഴുതി മെഡിക്കൽ എക്സാം എല്ലാം എക്സാമിന് നിങ്ങൾ നല്ലവണ്ണം പാസ്സായി, നിങ്ങൾ മെഡിക്കൽ എക്സാമിന് അൺഫിറ്റ് ആയിപ്പോയി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാൻ പറ്റും കേട്ടോ. ഈ കാൻഡിഡേറ്റ്സ് ഡിക്ലെയർഡ് അൺഫിറ്റ് ബൈ ദ മെഡിക്കൽ ബോർഡ് മേ അപ്പീൽ എഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ബൈ ഡിപ്പോസിറ്റിംഗ് ₹40 ബൈ MRO. ഓക്കെ, ഇതാണ് മെഡിക്കൽ, അതൊക്കെ അവർ പറഞ്ഞു തരും. മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറഞ്ഞു തരും കേട്ടോ. ഫൈനൽ സെലക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ കമ്പൈൻഡ് മെറിറ്റ് ഓഫ് നീറ്റ് 2025 സ്കോർസ് പ്ലസ് TOGIGE, ഞാൻ പറഞ്ഞ ജനറൽ ഇംഗ്ലീഷിൻ്റെയും പ്ലസ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ആൻഡ് അലോക്കേറ്റഡ് ടു ദ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ബേസ്ഡ് ഓൺ ദ മെറിറ്റ്. ഇതാണ് ഈ എക്സാം നമ്മൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യകത. അതായത് ജനറൽ നോളേജ് വേണം, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് ബയോളജി ഇതിലുള്ള നമുക്ക് ബോട്ടണി, അതായത് സയൻസ് ഗ്രൂപ്പ്, +2 സയൻസ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, ചുരുക്കം പറഞ്ഞാൽ +2 സയൻസ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണ് ഇതിന് കൂടുതൽ മുൻഗണന. ഇനി ഈ കോളേജ് ഓഫ് നഴ്സിംഗ് എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എവിടെയൊക്കെയാണ് ഈ നമ്മൾക്കിപ്പം ഒരു ഇൻ കേസ് ഇഫ് യു ആർ സെലക്റ്റഡ്, എല്ലാ എക്സാമും കഴിഞ്ഞ് നിങ്ങൾ സെലക്ട് ആയെന്ന് വെച്ചോ, നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കോൺ AFMC പൂനെ, അതായത് കോളേജ് ഓഫ് നഴ്സിംഗ് AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കലിലെ മെഡിക്കൽ കോപ്സ്. AFMC എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോപ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കോൺ എന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് നഴ്സിംഗ് പൂനെയിലുണ്ട്. കോൺ CHEC കൊൽക്കത്ത, അതായത് കമാൻഡ് ഹോസ്പിറ്റൽ EC എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്ത. പിന്നെ കോൺ INHS അശ്വിനി മുംബൈ, അതായത് കോളേജ് ഓഫ് നഴ്സിംഗ് INHS അശ്വിനി, ഇന്ത്യൻ നേവൽ ഹോസ്പിറ്റൽ സർവീസ് അശ്വിനി മുംബൈ. കോൺ ആർമി ഹോസ്പിറ്റൽ R&R ന്യൂഡൽഹി. ഓക്കെ, ഡിഫൻസിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് AHR&R, ആർമി ഹോസ്പിറ്റൽ R&R ഡൽഹി. പിന്നെ കോൺ CHCC ലക്നൗ, കോൺ ബാംഗ്ലൂർ. അതായത് ഇത്രയും സ്ഥലത്താണ് നമുക്ക് ഈ നഴ്സിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ അഥവാ പാസ്സായാലും നമ്മൾക്ക് ഈ ഇത്രയും പ്ലേസിൽ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് പോവേണ്ടി വരിക. അതായത് ഞാൻ ഈ കോൺ എന്നൊന്നും പറയാണ്ട് മെയിൻ സിറ്റീസിൻ്റെ പേര് പറയാം. പൂനെ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, ലക്നൗ ആൻഡ് ബാംഗ്ലൂർ. ഓക്കെ, ഇത്രയും സ്ഥലത്താണ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുക. Next, admission to the colleges. The candidates offered admission shall execute an agreement or bond to serve in armed force medical services as military nursing service officer. മെയിൻ കാരണം എന്താണെന്നറിയാം, മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഇതെന്താണെന്നറിയാമോ, വൺസ് യു ആർ എലിജിബിൾ, യു ആർ എൻ ഓഫീസർ. നിങ്ങൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ ഈ നഴ്സിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ പാസിങ് ഔട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി സ്റ്റാർട്ടിങ് യുവർ കരിയർ ആസ് എ ലെഫ്റ്റനൻറ്റ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ലെഫ്റ്റനൻ്റ് ആയിരിക്കും, ദെൻ യു വിൽ ബി എ ക്യാപ്റ്റൻ ആഫ്റ്റർ 2 years ഓഫ് സർവീസ്, ആഫ്റ്റർ 7 years ഓഫ് സർവീസ് യു വിൽ ബി മേജർ, ദെൻ ആഫ്റ്റർ 14 years ഓഫ് സർവീസ് യു വിൽ ബി ലെഫ്റ്റനൻറ്റ് കേണൽ, ദെൻ കേണൽ. ഇപ്പം കേണലൊക്കെ സെക്ഷനിൽ വരുന്നതാണ്, പിന്നെ അത് ലെഫ്റ്റനൻറ്റ് കേണൽ വരെയുള്ളതാണിത്. ഓക്കെ, ഇത്ര മതിയല്ലോ. ലെഫ്റ്റനൻറ്റ് കേണലൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെയും കുറേയും കൂടെ കഴിയണം. സോ മെയിൻ ബെനിഫിറ്റ് ഓഫ് ദിസ് ഈസ് യു വിൽ ബി ആൻ ഓഫീസർ. ഓക്കെ, അതാണ് അടുത്തത്. ഡ്യൂറിങ് ട്രെയിനിങ് ദേ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ഫ്രീ റേഷൻ, അക്കോമഡേഷൻ, യൂണിഫോം അലവൻസ് ആൻഡ് മന്ത്ലി സ്റ്റൈപ്പൻഡ്. ഇത് വേറൊരു ബെനിഫിറ്റ്. അതായത് ഈ നീറ്റ് എക്സാം പ്ലസ് TOGIGE നിങ്ങൾ പാസ്സായി നിങ്ങൾ ഒരു BSc നഴ്സിംഗ് കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാൽ യു ഹാവ് ഫ്രീ അക്കോമഡേഷൻ, പിന്നെ എന്തോന്ന് പറയുന്നത്, ഫ്രീ യൂണിഫോം അലവൻസ്, ഫ്രീ ഫുഡാണ്, ഫ്രീ അക്കോമഡേഷനാണ്, ഫ്രീ യൂണിഫോം അലവൻസ് ആണ്. എല്ലാം ഗവൺമെൻറ് നോക്കിക്കോളും, ഒന്നും നോക്കാനല്ല. കഷ്ടപ്പാടുണ്ട്, വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുകയല്ല. നഴ്സിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നഴ്സിംഗിന് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ കുത്താൻ മാത്രം പഠിച്ചാൽ മതി, അങ്ങനെ വിചാരിക്കരുത്. ദാറ്റ് ഈസ് ഡിഫൻസ്. പട്ടാളത്തിന് അങ്ങനെ അതിൻ്റേതായ ചട്ടക്കൂടുകളൊക്കെ ഉണ്ട്. ഡിഫൻസ് ഈസ് 24/7 സർവീസ്. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കണം.
സുഖമാണെന്ന് വിചാരിച്ച് പോകരുത്. അത് ഡിഫൻസ് ഈസ് ഡിഫൻസ്. അതിൽ 24/7 ആണ് നമ്മളുടെ സർവീസ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫാമിലി നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മൈൻഡ് പ്രിപ്പയർ ആയിട്ട് വേണം പോവാൻ. ഓക്കെ, ഇനി ഇതിനെല്ലാം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് ഈ കോഴ്സിൽ കയറി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വെച്ചോ, അപ്പോൾ വിത്ഡ്രോവൽ ഫ്രം ദ സർവീസ്, അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിത്ഡ്രോ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബോണ്ട് ഉണ്ടാവും. ആ ബോണ്ട് നിങ്ങൾ ബോണ്ട് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്യും. അപ്പോൾ അതിൻ്റേതായ എന്തോ ഒരു എന്താ പറയുക, പണിഷ്മെൻറ്റ് ഫീ എന്ന് പറയില്ലേ, അത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൽ അഡ്മിഷൻ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞ് 7 ഡേയ്സിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഇതെനിക്ക് പറ്റത്തില്ല, ദെൻ യു ഹാവ് ദ ചാൻസ് ടു കം ഔട്ട് ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റേതായ ബോണ്ട് മണി, എന്താണ് ഗവൺമെൻറ് പറയുന്നത്, ആ ബോണ്ട് മണി നിങ്ങൾ അടച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ടു അപ്ലൈ. ഇതിൻ്റെ മെയിൻ വെബ്സൈറ്റിൻ്റെ പേരാണ് www.joinindianarmy.nic.in. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇൻഫർമേഷൻ കിട്ടും. ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ, joinindianarmy.nic.in. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് വേണ്ടത് അതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, നിങ്ങളുടെ മാർക്സ് SC ST ആണോ, എന്താണ്, അതൊക്കെ നിങ്ങൾ അതിൽ ആപ്ലിക്കേഷനിൽ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ടു എൻഷുവർ സക്സസ്ഫുൾ പേയ്മെൻറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫീ. അതായത് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ ചിലർ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കുമ്പോൾ അത് ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കണം കേട്ടോ. ആപ്ലിക്കേഷൻ ഫീ എങ്ങനെയാണ് വേണ്ടിയതെന്ന് നിങ്ങൾ നോക്കണം. എന്താ ഞാൻ പറഞ്ഞു വന്നേ, ആപ്ലിക്കേഷൻ ഫീ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഫീ കട്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫീ കട്ടാവാതെ അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താ പറയുക, അത് അവർ എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടും, എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടും. ആ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID അവർ അയച്ചു തരും. അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്യണം കേട്ടോ, ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചെക്ക് യുവർ ഇമെയിൽ റെഗുലർലി. ഓക്കെ, അതെ. പിന്നെ നെക്സ്റ്റ്, നോ കറസ്പോണ്ടന്റ് വിൽ ബി എന്റർടൈൻ ഫ്രം ദ കാൻഡിഡേറ്റ്സ് വിത്ത് റിഗാർഡ് ടു എയ്തർ ദ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓർ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ഓർ ഡീറ്റെയിൽസ് ഓർ റീസൺസ് ഫോർ റിജക്റ്റഡ് ആപ്ലിക്കേഷൻ. അതൊക്കെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും കേട്ടോ. മെയിൻ റീസൺ ഫോർ റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ഫീ അത് പെയ്ഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ ഒരു മിനിമം എമൗണ്ട് അവർ എത്രയാണ് 150 എത്രയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായിട്ടുണ്ടോ എന്ന് യു ഷുഡ് ബി കെയർഫുൾ. ഓക്കെ, നെക്സ്റ്റ്, ദ കറസ്പോണ്ടൻറ്റ് അഡ്രസ് ഈസ് ആസ് ഫോളോസ്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ആർമിയിലേക്കാണ് നിങ്ങൾക്ക് ഇത് അയക്കേണ്ടത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം. അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനം ഇതെന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റ് അതിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഡോണ്ട് വെയിറ്റ്, go to the website and give your application. എല്ലാവരും വേണ്ട പിന്നെ നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓക്കെ. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളെല്ലാവരും വേഗം പോയി 2025 ഡിഫൻസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. യു വിൽ സൂൺ ബിക്കം, ആഫ്റ്റർ 4 years ഓഫ് കംപ്ലീറ്റിംഗ് ദ BSc നഴ്സിംഗ്, യു വിൽ ബി എ ഡിഫൻസ് ഓഫീസർ. ഓക്കെ, വിഷ് യു ഓൾ ഗുഡ് ലക്ക്. ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് subscribe my channel. Okay, bye.